ചാമ്പലായി പോകുമെന്ന ഭീഷണിയാണ് നിലവിൽ ഉയർത്തുന്നത്. ഇസ്രയേലിനോട് ഏതു തരത്തിലാകണം പക വീട്ടേണ്ടത് എന്നുള്ളത് ഇറാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. അതിശക്തമായ മിസൈലുകളുടെ കമനീയ ശേഖരം തുറന്ന് അതിഭീകര പ്രഹരം നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഇസ്രയേലിനെ മാത്രമല്ല, അമേരിക്കയെ കൂടി ലക്ഷ്യമിടുന്നു എന്ന പേരിൽ ഗൾഫ് മേഖലകളിലെ എണ്ണ കമ്പനികളെ നോട്ടമിട്ട് കുവൈറ്റിനെയും സൗദിയെയും UAEയും ഒക്കെ തന്നെ കത്തിച്ചു ചാമ്പലാക്കാൻ പലതരത്തിലുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തുന്നത്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം അങ്ങനെ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് കനക്കുകയാണ്. 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞത് 4 മാസം കഴിഞ്ഞാലും അവസാനിക്കില്ല എന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇറാന്റെ പ്രസ്താവന അനുസരിച്ച് 4 വർഷം കഴിഞ്ഞാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക സ്രോതസ്സായിട്ടുള്ള സൗത്ത് പാഴ്സ് ഫീൽഡിന് നേരെ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തി. ഇറാന്റെ നട്ടലൊടിക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നു ആ ആക്രമണം. അതിനുള്ള തിരിച്ചടി ഉറപ്പായും നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് ഇസ്രയേലിനോടും അമേരിക്കയോടും പറഞ്ഞിരിക്കുന്നത്. ഗൾഫ് അയൽ രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇനി തൊട്ടു പിറകെ ശക്തമായ തിരിച്ചടി തുടങ്ങിയത്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായിട്ടുള്ള കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. അതിഭീകര തീപിടുത്തവും ഉണ്ടായി. ഇനി തെക്കു ഭാഗത്തെ കുവൈറ്റിലെ മിന അബ്ദുള്ള റിഫൈനറിക്ക് നേരെയും ആക്രമണം നടത്തിയെന്നാണ് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ സ്ഥിരീകരിക്കുന്നത്. ഖത്തറിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG ഹബ്ബായിട്ടുള്ള റാസ് ലഫാൻ വ്യവസായ നഗരത്തിന് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം ഇതിന്റെ പ്രതികാരമെന്നോണം തന്നെയായിരുന്നു. ഒരിടത്തടിച്ചാൽ 10 ഇടത്ത് തിരിച്ചടി, ഇതാണ് ഇറാൻ പുലർത്തുന്ന നയമെന്നും ഇതുവരെയുള്ള നഷ്ടങ്ങൾക്കൊക്കെ തന്നെ എണ്ണി പകരം ചോദിക്കുമെന്നുമാണ് ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പറയുന്നത്. കുവൈത്തിലെ തന്നെ പ്രധാന ഗ്യാസ് പ്ലാന്റുകളിൽ വൻ തീപിടുത്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉൽപാദനമടക്കം തടസ്സപ്പെട്ടിരിക്കുന്നു, വിതരണം നിലച്ചിരിക്കുന്നു. UAEയിൽ അബുദാബിയിലെ ഹബ്ഷഹാൻ ഗ്യാസ് പ്ലാന്റിനും ബാബ് എണ്ണപ്പാടത്തിനും നേർക്കും ആക്രമണം ഉണ്ടായിരുന്നു. അങ്ങനെ UAEക്കും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കേണ്ടി വന്നു. UAE തീരത്ത് ഒരു കപ്പലിന് നേർക്കും ഇത്തരത്തിൽ ആക്രമണമുണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയാണ്. ഇനി സൗദി അറേബ്യയിലേക്ക് എത്തിയാൽ യാൻബൂ തുറമുഖത്തുള്ള സംറഫ് റിഫൈനറിക്ക് നേരെയും വ്യോമാക്രമണം നടന്നുവെന്നാണ് റിപ്പോർട്ട് കിട്ടുന്നത്. സമാനമായി റിയാദിലും പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പറയപ്പെടുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് എന്ത് എന്നുള്ളത് കൂടി കേൾക്കണം. സൗത്ത് പാഴ്സ് വാതക പാടത്തിന് നേർക്ക് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയതിനെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നാണ്, അമേരിക്കയെ അറിയിച്ചിട്ടില്ലെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അവകാശപ്പെടുന്നത്. തങ്ങൾ അറിയാതെ ഒരു ആക്രമണം ഇസ്രയേൽ നടത്തിയിരിക്കുന്നു. ഗൾഫിലുടനീളമുള്ള എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഇനിയും ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അമേരിക്ക കർശന നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന താക്കീത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് അമേരിക്കയെ പഴിക്കുന്നു എന്ന പേരിൽ അറേബ്യൻ രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങളെ നോട്ടമിടുന്നത് എന്ത് ന്യായമാണ് അതിന് പിന്നിലുള്ളത്? എണ്ണപ്പാടങ്ങളെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പൊള്ളുമോ? അത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെയും സമ്പദ് വ്യവസ്ഥയും തച്ചു തകർക്കുകയല്ലാതെ സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ എടുക്കുമെന്നല്ലാതെ എന്ത് നേട്ടമാണ് അവിടെ ഉണ്ടാകുന്നത്? ഇറാൻ ചെയ്യുന്ന ഈ നടപടിയെ നിശ്ചിതമായി തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ വിമർശിക്കുകയാണ്. ഇറാന്റെ ഭാവിയെ കരുതി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള ഈ നാശം വിതയ്ക്കുന്ന ആക്രമണത്തിന് അനുമതി നൽകാൻ താൻ എന്തായിരുന്നാലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്ന് കരുതി തിരിച്ചടിക്കാൻ താൻ മടിക്കില്ല എന്നുള്ള ഒരു ഭീഷണി കൂടി, താക്കീത് കൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് കൃത്യമായി പറയുന്നു. പിന്നെ എന്തിന് തങ്ങൾക്ക് നേർക്ക്, തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തണം? ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം തന്നെയാണ് ഇറാന്റെ സൗത്ത് പാഴ്സ് എന്ന് പറയുന്നത്. ഇന്നലെയായിരുന്നു, മാർച്ച് 18 ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അതിന്റെ പ്രതികാരമെന്നോണം തന്നെയാണ് ഇന്നത്തെ ഈ നീക്കങ്ങളും. ഇറാന്റെ മൊത്തം വാതക ഉൽപ്പാദനത്തിന്റെ 70% ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇത്രയധികം പൊള്ളിയത്. ഈ പ്രദേശമെന്ന് പറയുന്നത് ഇറാനും ഖത്തറിനും ഒരുപോലെ തന്നെ അവകാശപ്പെട്ട ഒരു മേഖല കൂടിയാണ്. ഈ ആക്രമണത്തെ തുടർന്ന് ആഗോള വിപണിയിലടക്കം എണ്ണവില കുതിച്ചുയർന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 കടന്നിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതമേറെ ദുഷ്കരമായിരിക്കുന്നു. ആഗോള ഊർജ്ജ വിതരണത്തെ തന്നെ അത് സാരമായി ബാധിച്ചിരിക്കുന്നു. തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് ഗൾഫ് രാജ്യങ്ങൾ അനുമതി നൽകുന്നുണ്ടെന്ന് ആരോപിക്കുന്ന ഇറാൻ
ഇതിന് മറുപടിയായി മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി തിരിച്ചടിയും കൊടുത്തു. യുഎഇയിൽ ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ സൈനികർ തങ്ങുന്ന ഒരു വ്യോമത്താവളത്തിലാണ് ഒരു മിസൈൽ വന്ന് വീണത്. അതോടൊപ്പം സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിലും മറ്റ് മിസൈലുകൾ വന്ന് വീണതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് അബുദാബിയിലെ ഫ്രീപോർട്ടിന് നേർക്ക് 40 നോട്ടിക്കൽ മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു വാണിജ്യ കപ്പലിൽ സ്ഫോടനം നടന്നതായി UK ആസ്ഥാനമായിട്ടുള്ള മെരിടൈം സെക്യൂരിറ്റി കമ്പനിയായിട്ടുള്ള ആംബ്രെ വ്യക്തമാക്കുന്നത്. ചെങ്കടൽ തീരത്തെ തുറമുഖ നഗരമായിട്ടുള്ള യാൻബുവിലെ സാംറഫ് റിഫൈനറിയിൽ ഒരു ഡ്രോൺ തകർന്നു വീണുവെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയവും ഈ സമയം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള തർക്കത്തിനിടയിൽ, യുദ്ധത്തിനിടയിൽ തങ്ങളാണ് ഏറ്റവും അധികം നഷ്ടം സഹിക്കുന്നതെന്നാണ് അറേബ്യൻ രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. സൗത്ത് പാഴ്സ് ഫീൽഡിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പകരമായി ഇറാൻ ലക്ഷ്യം വയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചില മുന്നറിയിപ്പുകൾ പുറത്തു വന്നിരുന്നു. സൗദി അറേബ്യയിലെ 2 പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്ന് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്ന സാംറഫ്. സൗദി അരാംകോ മൊബിൽ റിഫൈനറി കമ്പനികളുടെയും എക്സോൺ മൊബിൽ സംയുക്തമായ ഉടമസ്ഥയിലുള്ള ഈ റിഫൈനറിക്ക് പ്രതിദിനം 4 ലക്ഷം ബാരലിലധികം അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൂടിയുണ്ട്. ഇവിടെ നോട്ടമിട്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇറാന്റെ ലക്ഷ്യവും ഏറെ കൃത്യം.